സത്യം പറയാലോ പറയണത് കംപ്ലീറ്റ് അൽഫാം മാത്രല്ല ഗൈസ്, കുഴിമന്തി കൂടി. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിന്നൊരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അമ്മേനെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പോവാണ്. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഞാനൊരു ദിവസം എന്തൊക്കെയാണ് ചെയ്യണേന്ന് ഒരു വീഡിയോ എടുക്കാൻ പോവാണ്. എൻ്റെ അടുത്ത് കുറച്ച് പേര് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഒന്ന് സൈഡിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ പറയാൻ പോവാണ്. ഇല്ലാത്ത കള്ളത്തരം മൊത്തം ഞാൻ പറയും. അപ്പോൾ അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്കപ്പോൾ അമ്മേനെ വിളിക്കാം. റിയാക്ഷൻ എന്തായിരിക്കും നമുക്കൊന്ന് നോക്കാം. 3, 2, 1 ഗോ. ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവാണ്. ഞാനൊരു ദിവസം എന്തൊക്കെയാണ് ചെയ്യണേ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറയൂട്ടാ. അപ്പൊ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി, ഞാൻ പറഞ്ഞോ. അമ്മയ്ക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തോ. എന്തെങ്കിലും ചെയ്യണ നല്ല കാര്യങ്ങള് അങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞോ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ രാവിലെ ഒരു 5:30 എണീക്കും. 5:30 എണീക്കൂ? ചിരിക്കല്ലേ അമ്മ. ഞാൻ രാവിലെ ഒരു 5:30 എണീക്കും. ഇവരൊന്നും എണിച്ചിട്ടുണ്ടാവില്ല. ചിരിക്കല്ലേ 5:30 എണീറ്റിട്ട് രാവിലെ തന്നെ ഞാൻ കുളിക്കും. കുളിച്ചിട്ട് കിച്ചണിലേക്കാണ് ഞാൻ ഫസ്റ്റ് പോവാ. അപ്പോ അന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും. പിന്നെ ഒരു 7-8 മണിക്കാകുമ്പോ ഇവര് വിളിക്കും. അപ്പോഴേ ഇവര് എണീക്കാറുള്ളൂ. ഞാനാണ് എല്ലാ കാര്യങ്ങളും വീട്ടില് ചെയ്യണേ. പിന്നെ എന്തെന്നാ, പിന്നെ ഞാൻ വർക്കിന് കയറും. അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങള് എന്തൊക്കെയാന്ന് നോക്കും. അമ്മോട് ചോദിക്കണല്ലേ, നമുക്ക് ഇതിൽ ആഡ് ചെയ്യാണെങ്കിൽ പറയേ. സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞാ മതി. പറയേ, പറഞ്ഞോ. അങ്ങനെ ഉച്ചക്കത്തെ എന്താ ഫുഡ് എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ലെമൺ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏത് ഏറ്റവും ഇഷ്ടമുള്ളത്? സത്യം പറയാലോ പറയണത് കംപ്ലീറ്റ് അങ്ങനെ പറയേ. പറടി. ഞാൻ പറയില്ലേ, നീ 7:30 വിളിക്കൂടി. ഉണ്ടാതിരിക്കേ. എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ മുന്നിൽ നാളെ കെടുത്തല്ലേ, ഞാൻ പറയട്ടെ. അപ്പോ ഉച്ചക്കത്തെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാനാണ് ഉണ്ടാക്കാറ്. അമ്മ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പൊതുവെ കിച്ചണിലെ എല്ലാ കാര്യവും ഞാൻ ചെയ്യണേ. പിന്നെ കാലത്ത് എണീറ്റിട്ട് അപ്പൊ തന്നെ അടിച്ചു വരാറുണ്ട്. ഞാൻ 5:30 ഞാൻ അടിച്ചു വരാറുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി അല്ലേ. പിന്നെ 4 മണിയാകുമ്പോ ചായ വെക്കും. ചായക്ക് ഇപ്പൊ എന്തെങ്കിലും, മിക്ക ദിവസം ഞാൻ പരിപ്പോടയാണ് ഉണ്ടാക്കാറ്. പരിപ്പോട ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടല്ലേ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടല്ലേ. പരിപ്പോടി ഉണ്ടാക്കും. പിന്നെ രാത്രിയിലേക്ക് അപ്പോഴേക്കും വൈകുന്നേരമൊക്കെ ആകുമ്പോ വർക്ക് കഴിയും. അപ്പോ രാത്രിക്ക് പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഇവര് പറയണ പോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അൽഫാം ഉണ്ടാക്കാറുണ്ട് ഞാൻ ചിലപ്പോ. അൽഫാം മാത്രല്ല ഗൈസ്, കുഴിമന്തി കൂടി. ബാത്റൂം കഴുകാറുണ്ട്. പിന്നെയുള്ള സത്യം പറയാലോ ഗൈസ്, കംപ്ലീറ്റ് ഗളാണ്. അങ്ങനൊന്നും പറയില്ല. പറയട്ടെ. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കിച്ചണിൽ തന്നെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യാറ്. കാരണം ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ മടിയായ കാരണം ഞാനാണ് ഉള്ളതിൽ കുറച്ച് ഉത്സാഹമുള്ള ആളത് കാരണം ഞാൻ തന്നെ എല്ലാം ചെയ്യും. എനിക്ക് മടിയാണ്. അങ്ങനെ പിന്നെ രാത്രിയിലത്തേലും ഇതുമാതിരി അൽഫാമൊക്കെയാണ് ഞാൻ കൂടുതൽ ദിവസം ഉണ്ടാക്കാറ്. ഇവിടെ മറ്റേ ഗ്രില്ലിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ അതൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇഷ്ടല്ലേ ഉണ്ടാക്കുന്നത്? ഏത് ഫ്ലേവർ ഇഷ്ടം കൂടുതൽ? സാധാരണ അൽഫാം. ഏത്? അല്ല, സാധാരണ അൽഫാം ഇഷ്ടം? കാന്താരി. കാന്താരി ഞാൻ ഉണ്ടാക്കണതാണ് ഇഷ്ടല്ലേ? അങ്ങനെ ചില ദിവസങ്ങളിൽ ഞാൻ പൊറോട്ട ഉണ്ടാക്കാറുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ക്ലീനിങ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ് കൂടുതലും. ബാത്റൂമും എല്ലാം ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്യണതൊക്കെ ഞാൻ തന്നെയാണ്. അങ്ങനെ അപ്പൊ രാത്രിത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇതുമാതിരി ഫുള്ള് ഒന്ന് ക്ലീൻ ഒക്കെ ആയിട്ടാണ് പിന്നെ കിടക്കാൻ പോവാറ്. പിന്നെ സ്കിൻ കെയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചുറ്റായിട്ടാണ് കിടക്കാറ്. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടത് ഞാൻ ചെയ്യണ എന്തെങ്കിലും നല്ല കാര്യങ്ങള്? അപ്പൊ മൊത്തത്തിന് ഞാൻ നല്ല കുട്ടിയാണല്ലേ വീട്ടില്? ഉത്തരവാദിത്തൊക്കെ ഉള്ള പറയ്, എല്ലാവരും അറിയട്ടെ. ഞാൻ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ചെയ്യണേ. ഓക്കെ, ഇപ്പൊ ഞാനാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. അമ്മയ്ക്കൊക്കെ അത് കാരണം ഭയങ്കര റെസ്റ്റ് അല്ലേ? പിന്നെ അലക്കണത് ഇവിടുത്തെ മെഷീനില് അലക്കണത് അമ്മയ്ക്കിന്റെ അടിക്ക് ഇഷ്ടല്ല. ക്ലീൻ ആവില്ല എന്ന് പറയും ബരിയാക്കി. എന്നിട്ട് ഞാൻ തന്നെ ഇവിടെ അലക്കുകല്ലുണ്ട്. ഞാൻ തന്നെ അലക്കല്ലിട്ട് അലക്കി ഇവിടെ മുകളില് കൊണ്ടിടാറുണ്ട്. അല്ലേ? അല്ല മോളെ, മോൾക്കൊരു റെസ്റ്റ് ഉണ്ടേ. മോൾക്ക് റെസ്റ്റ് ഇല്ലാതാണ് മോൾ പണിയെടുക്കണേ. അല്ല, അമ്മ എന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് കാര്യങ്ങള് അല്ലേ? ആണ്. ഇതൊക്കെ ഞാൻ ചെയ്യണമെന്ന് സമ്മതിച്ചില്ല എല്ലാ കാര്യങ്ങളും. ഓക്കെ, ശരി. അപ്പൊ അമ്മ കൊറേയൊക്കെ ചിരിക്കാണ്ട് ഇത് നോക്കി. പക്ഷെ ചില സ്ഥലങ്ങളിലെത്തിയപ്പോ അമ്മ ചിരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊക്കെ നാട്ടുകാർ കാണില്ലേ, അപ്പൊ ഞാനൊന്നും ചെയ്യണില്ല അതൊക്കെ വിചാരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കുറെ ചിരി വരുന്നുണ്ടായിരുന്നു. ഞാൻ കുറെ കൺട്രോൾ ചെയ്തിട്ടാണ് സംസാരിച്ചത്. അപ്പൊ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ അമ്മ ആദ്യം എന്താ ഈ പറയണേ, ഇതിപ്പോ ചിരിക്കണോ ഇവള് ചീത്ത പറയണോ എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട് കുറച്ചേരം ഇരുന്നു. എന്നിട്ട് എന്നെ കുറെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിട്ടാ. ലൈക്ക് ഞാൻ ഇതൊക്കെ ചെയ്യണുണ്ട്, എന്താ നല്ല കുട്ടിയാണെന്നുള്ള രീതിക്ക് അമ്മ സപ്പോർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.